കുളത്തെ സാദരം ക്ഷണിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ ഈ പ്രഭാഷണത്തിലേക്ക് ഹൃദയവുമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തും അകലെയുമായി ഈ ശബ്ദവാഹിനിയുടെ ശ്രവണ പരിധിക്കകത്ത് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും യാത്രികർക്കും വാഹനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വന്ധ്യവും പരിശുദ്ധവുമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. മാനവ വിമോചനത്തിൻ്റെ വിളംബരം എന്ന പേരിൽ ഇന്ന് പകൽ മുഴുവൻ നടത്തപ്പെടുവാൻ പോകുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അസമാധാനത്തിലും അരാജകത്വത്തിലും ജീവിത തകർച്ചയിലും നൈരാശ്യത്തിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ മനുഷ്യ ജീവിതങ്ങൾക്ക് പ്രത്യാശയുടെ നല്ല വഴി ഓതിക്കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രാരംഭത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു മതപ്രഭാഷണം കേൾക്കുന്ന ഗൗരവത്തോടെ, ഒരു രാഷ്ട്രീയ പ്രഭാഷണം കേൾക്കുന്ന ആവേശത്തോടെയോ, ഒരു സാംസ്കാരികമായ പ്രഭാഷണം കേൾക്കുന്ന ആലസ്യത്തോടെയോ അല്ല, മനുഷ്യരാശിയുടെ മുഴുനന്മയ്ക്കുമായി അവതരിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തിൻ്റെ സനാതനമായ സന്ദേശമാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് എന്നുള്ളത് പ്രാരംഭത്തിങ്കൽ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ അല്പസമയത്തേക്ക് ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ പ്രഭാഷണം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ഏവരുമായിരിക്കുന്ന ഈ ഒരു മാസം ഡിസംബർ മാസമാണ്. വീണ്ടും ഒരു ക്രിസ്മസിന്റെ കാലം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത മാത്രമല്ല, നാനാജാതി മതസ്ഥർ യാതൊരുവിധമായ വ്യത്യാസങ്ങൾ കൂടാതെ ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും ഉത്സാഹിക്കുവാനും ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ക്രിസ്തുമസിന്റെ യഥാർത്ഥമായ സന്ദേശം എന്ന് പറയുന്നത്, ആട്ടിടയന്മാർ ആടിനെ മേയ്ക്കുവാനായി അവർ ആയിരിക്കുമ്പോൾ സ്വർഗീയ ദൂതവൃന്ദം അവർക്ക് പ്രത്യക്ഷനായി ഇപ്രകാരം പറയുകയുണ്ടായി: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. ക്രിസ്തുമസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സന്ദേശത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതും സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷവും ആണെന്നാണ്. നാം അധിവസിക്കുന്ന ഈ കാലഘട്ടം ഭയത്താൽ വിരാജിതമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എവിടേക്കും തിരിയുവാൻ കഴിയുന്നില്ല, ആരെയും നോക്കുവാൻ കഴിയുന്നില്ല. മുൻപ് ഇവിടെ ഓർപ്പിച്ചതുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ പാരസ്പര്യ സ്നേഹത്തിലും ഐക്യതയിലും ജീവിച്ചിരുന്ന കാലഘട്ടം പരസ്പരം ആക്രമിക്കുന്ന, പരസ്പരം കൊല്ലുന്ന, പരസ്പരം പോര് വിളിക്കുന്ന വല്ലാത്ത പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലേക്ക് മാറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന മത സംഹിതകളുടെ പേരിൽ, വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങളുടെ പേരിൽ, വിശ്വസിക്കുന്ന വ്യക്തികളുടെ പേരിൽ പരസ്പരം കൊല്ലുവാനും പരസ്പരം പോർ വിളിക്കുവാനും ആക്രമിക്കുവാനും യാതൊരുവിധമായ ഭയാശങ്കകളുമില്ലാത്ത കാലഘട്ടത്തിന്റെ അനുഭവങ്ങളിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾക്കൂടെ പുറത്തു വരുന്ന വാർത്തകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കിരാതമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സിദ്ധാന്തമുണ്ട്. ഇത് പരിണാമ സിദ്ധാന്തം എന്നാണ് അതിന്റെ പേര്. ചാൾസ് ഡാർവിനാണ് അതിന്റെ ഉപജ്ഞാതാവെന്ന് നമുക്കറിയാം. അതിപ്രകാരമാണ് പറയുന്നത്: മരം ചാടി നടന്ന കുരങ്ങനിൽ നിന്ന് മനുഷ്യൻ കാലാകാലങ്ങൾ കൊണ്ട് പരിണാമം സംഭവിച്ച് മനുഷ്യനായിട്ട് മാറിയെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും പലവിധമായ തിയറികൾ, മറ്റ് തീസിസുകളൊക്കെ വന്ന് അതിന്റെ ആധികാരികയെ ശാസ്ത്രീയമായും മതപരമായും സാമൂഹികമായും ഒക്കെ ചോദ്യം ചെയ്യുകയും അതിന്റെ യാഥാർത്ഥ്യ ബോധത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോ അത് തെറ്റാണെന്ന് പറയുന്ന, ശരിയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉടലെടുക്കപ്പെടുകയാണ്. നമുക്കാർക്കും
നാം കുരങ്ങൻ നമ്മുടെ പൂർവികനാണെന്ന് പറയുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല. ഒരു മൃഗത്തിൽ നിന്നും ഉത്ഭവിക്കപ്പെട്ടവരാണ് മനുഷ്യൻ എന്ന് പറയുവാൻ, എന്റെ പൂർവികൻ, എന്റെ പിതാവോ പിതാവിന്റെ പിതാവോ തലമുറകൾക്കപ്പുറമുള്ള പിതാവോ ഒരു കുരങ്ങനായിരുന്നു എന്ന് പറയുവാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യൻ ഇന്ന് മാരകമായ രാസലഹരി സിരകളിലേക്ക് കുത്തിക്കയറ്റിയിട്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി സുബോധം നഷ്ടപ്പെട്ടവരായി ഒരു കുരങ്ങ് കാണിക്കുന്നത് പോലെയുള്ള കോപ്രായങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുവാൻ യാതൊരുവിധമായ സങ്കോചങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമായി ഇരിക്കുകയാ. കുരങ്ങിനെ പോലെ ചാടി നടക്കുവാൻ, കുരങ്ങിനെ പോലെ കോക്കരി കാണിക്കുവാൻ, കുരങ്ങിനെ പോലെ റോഡിൽ കിടക്കുവാൻ, മറ്റുള്ളവരെ ആക്രോശിക്കുവാൻ, ആക്രമിക്കുവാൻ യാതൊരു മടിയും കാണിക്കാൻ ഇടയാകാതെ മദ്യത്തിനും മയക്കുമരുന്നിലും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി സുബോധം നഷ്ടപ്പെടുത്തി ജീവിതത്തെ വല്ലാത്ത പ്രതിസന്ധിയുടെ അനുഭവത്തിലേക്ക്, മാരകമായ സമൂഹത്തിന്റെ പുഴുക്കുത്തുകളെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാൻ യാതൊരുവിധമായ മടിയില്ലാതെ മുന്നേറുന്ന ആളുകളുടെ ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെയൊക്കെ പിറകിൽ സംഭവിക്കുന്ന ഈ ലഹരിയുടെ കരാളകസ്ഥത്തിനകത്ത് ജീവിതത്തെ ഹോമിച്ചുകൊണ്ട് സ്വയം തീർക്കുന്ന ലഹരിയുടെ ഇരുമ്പഴിക്കുള്ളിൽ ജീവിതത്തെ തളച്ചിട്ടിട്ട് സമൂഹത്തിന് കൊള്ളാത്ത, സ്വന്തം ജീവിതത്തിന് കൊള്ളാത്ത, കുടുംബത്തിന് കൊള്ളാത്ത അക്രമം നിറഞ്ഞ, അരാജകത്വം നിറഞ്ഞ അമ്മയെന്നോ പെങ്ങളെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ യാതൊരുവിധമായ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ഇല്ലാതെ കാമപൂർത്തീകരണത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന ആളുകളുടെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ മനുഷ്യരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്: ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അസമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്കൊന്ന് പോകുവാൻ, തങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പരാജയത്തെ മറക്കുവാൻ, അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി, അല്പസമയത്തെ ആഹ്ലാദത്തിന് വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയ ഈ ലഹരിയുടെ മാസ്മരികമായ അവസ്ഥ നഷ്ടപ്പെടുത്തിയ എത്രയോ മക്കളുടെ പിതാക്കന്മാരുണ്ട്, എത്രയോ ഭർത്താക്കന്മാരുണ്ട്, എത്രയോ മാതാപിതാക്കളുണ്ട്. പ്രിയ സ്നേഹിതരെ, സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, ജീവിതത്തിലെ ഏതെങ്കിലും അനുഭവങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി നീ തുടങ്ങിയ ഈ ലഹരിയുടെ ഉപയോഗം നീ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലേ തുടങ്ങിയതെന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, ഭയം ഇല്ലാതെ, പേടിയില്ലാതെ, സന്തോഷത്തോടെ നിന്റെ കുഞ്ഞു നിന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ ആഗ്രഹിക്കുമ്പോൾ, മദ്യപിച്ച് മതോന്മത്തനായി മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ചാഞ്ചാടി വീട്ടിലേക്ക് വരുന്ന ഏത് പിതാവിനെയാണ് സ്നേഹത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാൻ സ്വന്തം മകനല്ലെങ്കിൽ മകൾ ആഗ്രഹിക്കുന്നത്? എത്രയെത്ര ഭാര്യമാരാണ് വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ജീവിതം അവസാനിച്ചാൽ മതി, ജീവിതം തീർത്താൽ മതി. എത്രയെത്ര കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയോ, ആത്മഹത്യയാണ് ഏറ്റവും നല്ല വഴിയെന്ന് കരുതുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പണമുള്ളവനെന്ന് വ്യത്യാസമില്ല, പണമില്ലാത്തവരെന്ന് വ്യത്യാസമില്ല, പഠിത്തമുള്ളവരെന്ന് വ്യത്യാസമില്ല, പഠിത്തമില്ലാത്തവരെന്ന് വ്യത്യാസമില്ല. യാതൊരുവിധമായ വ്യത്യാസവുമില്ലാതെ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരിയുടെ കരാളകസ്ഥത്തിനകത്ത് നിന്ന് മനുഷ്യനൊരു മാറ്റം ആവശ്യമാണെന്ന് ഈ ഭയം നിറഞ്ഞ, ആശങ്ക നിറഞ്ഞ, ഈ അക്രമം നിറഞ്ഞ, പ്രതീക്ഷയറ്റ, നിരാശ നിറഞ്ഞ ഈ ജീവിതത്തിലേക്ക്, ഈ സമൂഹത്തിലേക്കാണ് ഈ മനോഹരമായ ക്രിസ്തുമസ് കാലഘട്ടം വിഭാവനം ചെയ്യുന്ന സ്നേഹത്തിന്റെ സന്ദേശം, സന്തോഷത്തിന്റെ സന്ദേശം. ആ സദ്വാർത്തയാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം? അത് നല്ല വാർത്തയാണ്. ഈ ചൂടുള്ള വാർത്തകൾ മാത്രം തേടി നടക്കുന്ന ഒരു കാലഘട്ടം. ബസ് സ്റ്റാൻഡുകളിലും വാഹനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ചൂടുള്ള വാർത്തകൾ, ചൂടുള്ള വാർത്തകൾ എന്ന് പറഞ്ഞ് പത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ ആളുകൾക്ക് വാങ്ങി വായിക്കുവാൻ വളരെ ഇഷ്ടമാണ്, വളരെ താല്പര്യമാണ്. അപ്പനെ കൊല്ലുന്ന മക്കളെ കുറിച്ച്, മക്കളെ കൊല്ലുന്ന അമ്മയപ്പന്മാരെ കുറിച്ച്, തെരുവോരങ്ങളിൽ പിച്ചു ചീന്തപ്പെടുന്ന കാമാന്തതയ്ക്ക് വംശം മതരായി തീർന്ന പാപ
കൊല്ലപ്പെട്ട സഹോദരിമാരെ കുറിച്ചുള്ള കഥനകഥകൾ വായിക്കുവാൻ കാലഘട്ടത്തിന് ഇഷ്ടമായിരിക്കുമ്പോൾ, മാന്യ സ്നേഹിത, ഈ മാസത്തിന്റെ ഈ തണുപ്പ് നിറഞ്ഞ ഈ കുളിരുള്ള പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കേവലം മനസ്സിന്റെ അകത്ത് വല്ലാതെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന, പ്രകോപനം സൃഷ്ടിക്കുന്ന, ജീവിതത്തെ കുറിച്ച് എല്ലാ ആശകളും നഷ്ടപ്പെടുത്തുന്ന ചൂടുള്ള വാർത്തകളെ കുറിച്ചല്ല. നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം തരുന്ന, കുളിര് തരുന്ന, തണുപ്പ് തരുന്ന മനോഹരമായ ഒരു സന്ദേശമാണ് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസ് കാലം നമ്മെ ഭയത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതായി മാറണം. ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതായി മാറണം. എന്താ ക്രിസ്തുമസ് വിഭാവനം ചെയ്യുന്നത്? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവ ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ആരും ഇല്ലാതെ ഇരുന്നപ്പോൾ, ഒരു മൃഗങ്ങളുടെയും രക്തം കൊണ്ട്, ഒരു പക്ഷികളുടെയും രക്തം കൊണ്ട്, ഒരു മന്ത്രം കൊണ്ടും ഒരു തന്ത്രം കൊണ്ടും, കർമ്മങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിപൂർണമായ മാറ്റം വരുത്തുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ താണ ഉലകത്തിലേക്ക് മനുഷ്യവേഷത്തിൽ അവതരിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനമാണ് യഥാർത്ഥമായ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. പലപ്പോഴും ക്രിസ്തുമസിന്റെ യഥാർത്ഥമായ ഈ സുവിശേഷ സന്ദേശത്തെ മറച്ചു കളയുവാൻ കച്ചവടവൽക്കരിക്കപ്പെടുന്ന കമ്പോളത്തിന്റെ ഉപഭോഗ സംസ്കാരങ്ങൾ മനുഷ്യന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ട് കേവലം ആഘോഷിക്കാൻ മാത്രമുള്ള, കേക്ക് കഴിക്കാനുള്ള, വൈൻ കുടിക്കാനുള്ള, സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ മദ്യത്തിന്റെ പേരിൽ നൽകിക്കൊടുക്കാനുള്ള, സ്റ്റാർ തൂക്കാനുള്ള, പുൽക്കൂടുണ്ടാക്കാനുള്ള കേവലം ആഘോഷമായി ക്രിസ്മസിനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, മാന്യ സ്നേഹിതരെ, ഞങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് കേവലം എല്ലാ ഡിസംബർ മാസത്തിലും ആഘോഷിച്ച് മറക്കാനുള്ള ഒരു സന്ദേശമല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന, മനുഷ്യന്റെ ജീവിതത്തെ വിമോചനത്തിലേക്ക് കൊണ്ടുപോകുന്ന, നിന്റെ ജീവിതത്തിന്റെ പരാജയത്തെ മാറ്റുന്ന, നിന്റെ ജീവിതത്തിന്റെ തകർച്ചകൾക്ക് ശാശ്വതമായ വ്യത്യാസം വരുത്തുന്ന, സമാധാനം നിറഞ്ഞ, അസന്തുഷ്ടി നിറഞ്ഞ ഈ കാലഘട്ടത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. മാനവരെ വിമോചിപ്പിക്കുവാൻ ഈ കാലഘട്ടത്തിൽ പല കാലങ്ങളിലായി അനേകായിരം വിപ്ലവ വീരന്മാർ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിട്ടുണ്ട്. നവോത്ഥാന നായകന്മാർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. വിപ്ലവം കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാമെന്ന് കരുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ ഇവിടെ ഉടലെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചത്? മാനവ വിമോചനത്തിന് മാത്രം ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. മനുഷ്യന് മാത്രം മാറ്റമുണ്ടായില്ല. അന്നത്തെ പോലെ ഇന്നയും മനുഷ്യൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വല്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറയട്ടെ സ്നേഹിതരെ, ഇവിടെയുള്ള പ്രത്യയ ശാസ്ത്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് പോലെ ഒരു വിപ്ലവകാരിയായിട്ടല്ല യേശു ഈ ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ടത്. ഒരു രക്തസാക്ഷിയായിട്ടല്ല യേശു നിലകൊള്ളുന്നത്. യേശു ഒരു വിപ്ലവകാരിയല്ല. യേശു ഒരു മതത്തിന്റെ നേതാവല്ല. യേശു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആളല്ല. യേശു ഒരു ഇസങ്ങളുടെയും സംഭാവനയല്ല. യേശു മാനവ വിമോചനത്തിനായി അവതരിക്കപ്പെട്ട വിമോചകനാണ്. യേശു വിമോചനം നടത്തിയത് എങ്ങനെയാണ്? യേശു വിമോചനം നടത്തിയത് തടവറകളെ ഭേദിച്ചുകൊണ്ടല്ല. യേശു വിമോചനം നടത്തിയത് കാലഘട്ടത്തിന്റെ നിയമസംഹിതകളെ വെല്ലുവിളിച്ചുകൊണ്ടല്ല. യേശു വിമോചനം നടത്തിയത് വാളുകൊണ്ടല്ല. യേശു വിമോചനം നടത്തിയത് തോക്കുകൊണ്ടല്ല. യേശു വിമോചനം നടത്തിയത് വാളെടുത്ത് വെട്ടി ആളുകളെ കൊലവിളിച്ച് അവരുടെ ചോരപ്പുഴയൊഴുക്കി അതിൽ കൂടെ ഒരു സമത്വം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടെയല്ല. യേശു വിമോചനം നടത്തിയത് സ്നേഹിത, യേശു വിമോചനം നടത്തിയത് പല നേതാക്കന്മാരും അവരുടെ സ്വന്തം രക്തത്തിൽ ചവിട്ടി അണികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പല നേതാക്കളും അണികളെ കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നത് പോലെ അവരുടെ രക്തമൊഴുക്കി ആ രക്തത്തിൽ ചവിട്ടി അധികാര കസേരകൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യേശു വിമോചനം നടത്തിയത് തന്റെ അവസാന തുള്ളി രക്തം വരെയും മാനവ ജനതയ്ക്ക് വേണ്ടി അല്ല, എനിക്കും താങ്കൾക്കും വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഊറ്റി നൽകിയാണ് യേശു വിമോചനം നടത്തിയത്. അവൻ സ്നേഹത്തിന്റെ മാർഗമായിരുന്നു. യേശുവിന്റെ വിമോചനം സ്നേഹത്തിന്റെ മാർഗമായിരുന്നു. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം വിളിച്ചു പറയുന്നു: ദൈവത്തിന്റെ ഏകജാതനായ
പുത്രൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് സർവശക്തനായ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ സകല ചരാചരങ്ങളുടെയും ഉടയവനായ ഏകസത്യ ദൈവം ഈ ലോകത്തെ അല്ല എന്നെയും താങ്കളെയും സ്നേഹിച്ചു എന്ന് വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമം മാത്രമാണ്. തങ്ങൾ എത്രയെത്ര ലഹരി വിമോചന കേന്ദ്രങ്ങൾ കയറിയിറങ്ങി പണം മുടക്കിയിട്ടുണ്ട്. തങ്ങൾ എത്രയെത്ര മലകൾ കയറിയിട്ടുണ്ട്, എത്രയെത്ര യാത്രകൾ നടത്തിയിട്ടുണ്ട്, എത്രയെത്ര നേർച്ച കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്, എന്തുമാത്രം പണം മുടക്കിയിട്ടുണ്ട്. പക്ഷേ മാറ്റം വന്നിട്ടില്ലെങ്കിൽ, ഇന്നും പരാജയത്തിലാണെങ്കിൽ, ഇന്നും ഒരു മാറ്റത്തിലേക്ക് വരുവാൻ പ്രതീക്ഷയുടെ പൊന്തേരിലേക്ക് കാൽച്ചുവടുകൾ വെച്ച് ജീവിതത്തിന്റെ സമാധാന മാർഗത്തിലേക്ക് പോകുവാൻ കഴിയാതെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, സ്നേഹിത, ഒരു മതത്തിന്റെ പ്രബോധനമെന്ന് അപ്പുറമായി, ഒരു മതത്തെ ഉയർത്തുന്നതിനപ്പുറമായി നിന്റെ ജീവിതത്തിന് സമൂലമായ മാറ്റം വരുത്താൻ കഴിയുന്ന ഈ യേശുവിന്റെ സ്നേഹം ഈ പകലിൽ താങ്കളെ മാടി വിളിക്കുകയാ. എന്തുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത്ര ആവേശത്തോടെ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നു, എന്താ ആവേശം എന്ന് പറയുന്നത്? അത് ഡോളർ കണ്ടിട്ടുള്ള ആവേശമല്ല, അത് ആ പുറകിൽ നിൽക്കാൻ കൈക്കരുത്ത് കണ്ടതിന്റെ ആവേശമല്ല, കൂടെ നിൽക്കാൻ പുറകിൽ അടികളുള്ളതിന്റെ ആവേശമല്ല. ജീവിതത്തിന്റെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, അപ്പന് കൊള്ളാത്ത, ഭാര്യയ്ക്ക് കൊള്ളാത്ത, അമ്മയ്ക്ക് കൊള്ളാത്ത, സമൂഹത്തിന് കൊള്ളാത്ത ഒരു വ്യക്തിയായി മാറ്റപ്പെടേണ്ട എന്റെ ജീവിതത്തിലേക്ക് സമാധാനത്തിന്റെ സന്തോഷവുമായി ഇറങ്ങി വന്ന ആ യേശുവിന്റെ സ്നേഹമാണ് എന്നെയും ഇങ്ങനെ ആവേശത്തോടെ ഈ യേശുവിനെ പ്രസംഗിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാന്യസ്നേഹിത, താങ്കൾക്കൊരു മാറ്റം ആവശ്യമാണോ? താങ്കളുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം ആവശ്യമാണോ? ഒരു മതപ്രബോധത്തിനപ്പുറം, ഒരു മതപ്രഭാഷണത്തിന്റെ മതചിന്തകൾക്കപ്പുറം മതാതീതനായ മതത്തിന്റെ വക്താവല്ലാത്ത മാനവകുലത്തിന്റെ വിമോചനത്തിനായി അവതരിക്കപ്പെട്ട യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. സ്നേഹിത, പാപഭംഗിലമായ ഈ ജീവിതത്തോടൊന്ന് വിട പറഞ്ഞിട്ട്, ഈ മദ്യപാന ആസക്തിയോടൊന്ന് വിട പറഞ്ഞിട്ട്, സമൂഹത്തിന് കൊള്ളാകുന്നവരായി, വ്യക്തി ജീവിതത്തിന് കൊള്ളാകുന്നവരായി, സ്വന്തം കുടുംബത്തിന് കൊള്ളാകുന്നവരായി, നല്ലൊരു അപ്പനാകാൻ, നല്ലൊരു മകനാകാൻ, നല്ലൊരു സഹോദരനാകാൻ, നല്ലൊരു അമ്മയാകാൻ, നല്ലൊരു ഭാര്യയാകാൻ, ഈ സമൂഹത്തിന്റെ കെട്ടുപണിക്ക്, നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിന് ഉതകുന്ന നല്ല യൗവനക്കാരാകാൻ, നല്ല പ്രിയപ്പെട്ടവരാകാൻ താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ മനസ്സുണ്ടോ? താങ്കളുടെ ജീവിതത്തെ ഈ യേശുവിന് വേണ്ടി നൽകിക്കൊടുക്കുവാൻ മനസ്സുണ്ടോ? കൂട്ടുകാരന് വേണ്ടി പ്രാണൻ നൽകിക്കൊടുക്കുന്നതോളം സ്നേഹം മറ്റൊന്നില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ, ആരും കൂട്ടുകാരന് വേണ്ടി മരിക്കാൻ തയ്യാറാകത്തില്ല. ആരും കൂട്ടുകാരന് വേണ്ടി സ്വന്തം ജീവിതത്തെ നൽകാൻ തയ്യാറാകത്തില്ല. എന്നാൽ സാധുക്കളായ എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്റെ ശരീരത്തെ നൽകിക്കൊടുത്തിട്ട്, കാൽവരി എന്ന ഒരു മലയുടെ മുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മരക്കുരിശിൽ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത്, അടിയേറ്റവനായി, തുപ്പലേറ്റവനായി, നിന്നയേറ്റവനായി, ശരീരത്തിൽ അസകലം മുറിവേറ്റവനായി, മുൾക്കിരീടധാരിയായി, കരങ്ങളിലും കാലുകളിലും ആണിയടിയേറ്റവനായി, തന്റെ വിലാപ്പുറത്ത് കുന്തമുനയേറ്റവനായി, ജീവിതത്തെ നമുക്ക് വേണ്ടി സമർപ്പിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഏക മധ്യസ്ഥനായ, ഒരേ ഒരു മധ്യസ്ഥനായ യേശു ഈ പകലിൽ താങ്കളെ വിളിക്കുമ്പോൾ താങ്കളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുവാൻ മനസ്സുണ്ടോ? ഒരു നിമിഷം ഞങ്ങളിവിടെ ആഹ്വാനം ചെയ്യുമ്പോൾ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ, മാനവ വിമോചനത്തിന്റെ സവിശേഷമായ, സത്യമായ, യാഥാർത്ഥ്യമായ ഈ വിളംബരം ഈ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട്: നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്താൻ, അങ്ങയുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുവാൻ ഈ സന്ദേശം പര്യാപ്തമാണ്. ഇസങ്ങൾക്ക് കഴിയാത്തത്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയാത്തത്,
മതസംഹിതകൾക്ക് കഴിയാത്തത്, ആൾ ദൈവങ്ങൾക്ക് കഴിയാത്തത്, നീ ഉലകത്തിൽ ചെയ്ത ഏത് മന്ത്രത്തിനും തന്ത്രത്തിനും കഴിയാത്തത്, ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാറ്റാൻ കഴിയുന്ന യേശുവിന്റെ സ്നേഹം ഇന്ന് നിന്നെ മാടി വിളിക്കുമ്പോ, ആരെങ്കിലും ഈ ശബ്ദം കേട്ട്, ആരെങ്കിലും ഈ സുവിശേഷത്തിന്റെ സന്ദേശം കേട്ട് യേശുവിന്റെ അടുക്കൽ വരുന്നെങ്കിൽ ഇന്ന് അവനും അവന്റെ വീട്ടിനും രക്ഷ വന്നിരിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള ഈ തെരുവുകളിൽ നിന്ന് സുവിശേഷം പറയുന്ന ചെറുപ്പക്കാർ യാതൊരു ഭയാശങ്കകളില്ലാതെ, യാതൊരു ലജ്ജയും കൂടാതെ ഓരോ ദേശത്തും കടന്നു ചെന്ന് മഴ വകവയ്ക്കാതെ, തണുപ്പ് വകവയ്ക്കാതെ, വെയിൽ വകവയ്ക്കാതെ ഇങ്ങനെ ഈ കണ്ടക്ഷോഭം നടത്തുന്നത്. ഞങ്ങൾക്ക് വേറെ ജോലിയില്ലാത്തത് കൊണ്ടല്ല, വേറെ പണിയില്ലാത്തത് കൊണ്ടല്ല. സ്നേഹിത, ഞങ്ങളുടെ യേശു ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാറ്റം വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ സുവിശേഷത്തിന്റെ സനാതനമായ മഹത്തായ സ്നേഹത്തിന്റെ സന്ദേശം ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴമായി ഒന്ന് ഉറപ്പിച്ച് എല്ലാ വർഷവും ആഘോഷിച്ച് മറന്നു പോകുന്ന ഒരു ക്രിസ്തുമസായി ഈ ക്രിസ്തുമസ് മാറാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് യേശു ജനിച്ച്, യേശുവിൽ ജീവിച്ച്, യേശുവിൽ മരിച്ച്, യേശുവിൽ നിത്യമായി ജീവിക്കുവാനുള്ള പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നിങ്ങൾ എല്ലാവരും ആകട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് 2025 നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാലിക പ്രസക്തമായിരിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യ മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന